ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതം ദ്വാദശസ്കന്ധം 3-ാം അധ്യായം. ഇപ്പോൾ നമ്മൾ ഇന്നലെ 19-ാം ശ്ലോകത്തിലാണ് നിർത്തിയതല്ലേ. കൃതയുഗത്തിൽ ജനങ്ങൾ പ്രാരാബ്ധാനുസരണം ലഭിക്കുന്ന ആഹാരപദാർത്ഥങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നവരാണ്. കിട്ടിയതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ. അല്ലാണ്ട് വലിയ വിഭവസമൃദ്ധമായിട്ട് ആ ഹോട്ടലുകളൊന്നും അന്വേഷിച്ച് നടക്കുന്നവരില്ല. വളരെ ലളിതമായിട്ടുള്ള ആഹാരങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്നവർ, പ്രാരാബ്ധാനുസരണം അവനവന് കിട്ടുന്നതിനെ കൊണ്ട് സന്തോഷിക്കുന്നവർ, മറ്റുള്ളവരുടെ ദുഃഖം തീർക്കണമെന്ന് ഉള്ള കാരുണ്യം മനസ്സിലുള്ളവരും, സർവ്വ ജീവജാലങ്ങളോടും മിത്രഭാവമുള്ളവരും, മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും അടക്കിയവരും, സുഖദുഃഖാദി ദ്വന്ദ്വങ്ങളെ സഹിക്കുന്ന സ്വഭാവമുള്ളവരും, ആത്മാവിൽ രമിക്കുന്നവരും, വർണ്ണാശ്രമ ഭേദഭാവന കൂടാണ്ട് എല്ലാവരും ഒരുപോലെ കാണുന്നവരും, ഈശ്വര ധ്യാന തൽപരരുമാണ്. ത്രേതായാം ധർമ്മപാദാനാം തുരീയാംശു ഹീയദേശനൈ അധർമ്മപാദൈർ അനൃത ഹിംസാ സന്തോഷവിഗ്രഹൈ. ത്രേതായുഗത്തിൽ ധർമ്മപാദങ്ങളുടെ തുരീയാംശ 4 അനൃത ഹിംസാ സന്തോഷ വിഗ്രഹ. അനൃതം ഹിംസാ സന്തോഷം വിഗ്രഹം എന്ന അധർമ്മപാദങ്ങളാൽ ശനൈഹീയത മെല്ലെ മെല്ലെ കുറഞ്ഞു വരും. അപ്പോൾ ത്രേതായുഗത്തിൽ ധർമ്മത്തിൻ്റെ സത്യാദികളായിട്ടുള്ള 4 പാദങ്ങളുടെയും 4-ലൊരു ഭാഗം കുറയും. അതിൻ്റെ സ്ഥാനത്തോ അധർമ്മത്തിൻ്റെ 4 പാദങ്ങളായിട്ടുള്ള അസത്യം, പ്രാണിഹിംസ, അസന്തോഷം, എന്ത് കിട്ടിയാലും തൃപ്തിയില്ലായേ, ഭൂതകലഹം, ഇതൊക്കെ അല്പാൽപ്പം കടന്നുകൂടും. തഥാ ക്രിയതപോനിഷ്ഠ നാദിഹൃംസാനലം പട്ടാ ത്രൈവർത്തിക ത്രൈവൃദ്ധ വർണ്ണ ബ്രഹ്മോത്തര നൃപാം. തഥാ ഇപ്പോൾ ജനങ്ങൾ ക്രിയാതപോനിഷ്ഠ, ക്രിയയിലും തപസ്സിലും നിഷ്ഠയുള്ളവരും, നാദിഹിംശ്ര അധികം ഹിംസ ചെയ്യാത്തവരും, നലമ്പട വിഷയങ്ങളിൽ അത്യാസക്തിയും ഇല്ലാത്തവരും, ത്രൈവർത്തിക 3 പുരുഷാർത്ഥങ്ങളെ പ്രമാണിക്കുന്നവരും, ത്രൈവൃദ്ധ വേദകർമ്മ നിപുണന്മാരുമാണ്. വർണ്ണാവർണ്ണങ്ങൾ ബ്രഹ്മോത്തര ബ്രാഹ്മണ പ്രധാനികളായിരിക്കും. ത്രേതായുഗത്തിലെ ജനങ്ങൾ വൈദിക കർമ്മങ്ങളിൽ യജ്ഞകർമ്മങ്ങളിലും ഉപവാസാദിരൂപമായിട്ടുള്ള തപസ്സിലും നല്ല ശ്രദ്ധയുള്ളവരും, അത്ര അധികം പ്രാണിഹിംസയൊന്നും ചെയ്യാത്തവരും, വിഷയങ്ങളിൽ അത്യാസക്തി ഇല്ലാത്തവരും, ധർമ്മമാർത്ഥം കാമം ഈ 3 പുരുഷാർത്ഥങ്ങളിൽ അധികം അനുസരിക്കുന്നവരും, വേദത്തിൽ പറഞ്ഞിട്ടുള്ള യാഗാദി കർമ്മങ്ങളെ യഥാക്രമം നടത്താൻ സമർത്ഥരുമായിരിക്കും. 4 വർണ്ണങ്ങളിൽ ബ്രാഹ്മണര് ആയിരിക്കും അധികപക്ഷവും. തപ സത്യദയാദാനേഷു അർദ്ധം ഹ്രസതി ദ്വാപരേ ഹിംസാ തുഷ്ട്യ നൃതദ്വേഷൈ ധർമ്മസ്യാധർമ്മ ലക്ഷണൈ. ദ്വാപരത്തിൽ ധർമ്മത്തിൻ്റെ തപ സത്യദയാദാനേഷു, തപസ് സത്യം ദയാദാനം വേലാർത്ഥം പകുതി, ഹിംസാ തുഷ്ട്യ നൃതദ്വേഷൈ, ഹിംസ അതുഷ്ട്യ അനൃതം ദ്വേഷം എന്ന അധർമ്മലക്ഷണങ്ങളെ കൊണ്ട് സതി കുറേ. ദ്വാപരയുഗത്തിൽ ധർമ്മത്തിൻ്റെ പാദങ്ങളായിട്ടുള്ള തപസ്, സത്യം, ദയ, ദാനം, ഈ 4-ൽ അർദ്ധാംശം പകുതി കുറഞ്ഞു വരും. അതിൻ്റെ സ്ഥാനത്തോ അധർമ്മത്തിൻ്റെ ലക്ഷണങ്ങളായിട്ടുള്ള ഹിംസ, അസന്തോഷം, കളവ്, ദ്വേഷം. ഇപ്പോൾ ഈ തപസ്, സത്യം, ദയാദാനം മുഴുവൻ അതിൻ്റെ പകുതി. ഇപ്പോൾ തപസ് ഇരുന്നിട്ട് ദയാദാനമൊന്നും ഇല്ലാണ്ട് അങ്ങനെയല്ല, എല്ലാത്തിൻ്റെയും പകുതിയായിട്ട് കുറയുകയാണ്. അതിൻ്റെ കൂടെ ഹിംസ, അസന്തോഷം, കളവ്, ദ്വേഷം ഇതും ചേരും. യശസ്വിനോ മഹാശീലാ സ്വാധ്യായാധ്യയനേരതാ അഢ്യാ കുടുംബിനു ഹൃഷ്ടാവർണാക്ഷത്രദ്വിജോത്തര. യശസ്സുള്ളവർ, മഹാശീല മഹത്തായിട്ടുള്ള സ്വഭാവമുള്ളവർ, സ്വാധ്യായാധ്യയന വേദം പഠിക്കണയിൽ രഥാതാൽപര്യമുള്ളവർ, ആഢ്യാധനവാന്മാർ, കുടുംബികൾ, ഹൃഷ്ടാ സന്തോഷിച്ചവർ, വർണ്ണങ്ങൾ ക്ഷത്രദ്വിജോത്തര. ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കും പ്രാമാണ്യം ഉണ്ടാവി. ദ്വാപരയുഗത്തിൽ ജനങ്ങൾ കീർത്തി
നേടണമെന്ന് താല്പര്യമുള്ളവരും മഹായാഗം മുതലായത് നടത്തുന്ന സ്വഭാവമുള്ളവരും അവരവരുടെ വേദശാഖകൾ പഠിക്കണതിൽ താല്പര്യമുള്ളവരും ധനാധികളുള്ളവരും കുടുംബരക്ഷാതിമുണരും സന്തുഷ്ടരുമായിരിക്കും. വർണ്ണങ്ങളിൽ പ്രാധാന്യം ക്ഷത്രിയർക്കും ബ്രാഹ്മണർക്കുമാണ്. മഹാശാല എന്ന പാഠഭേദം വലിയ ഗൃഹസ്ഥന്മാരെന്ന അർത്ഥം. കലൗതു ധർമ്മഹേതൂനാം തുരീയാംശു ധർമ്മഹേതുഭീ യഥമാനൈ ക്ഷീയമാണോ ഹ്യന്തേ സോപി വിനങ്ക്ഷതി. കലൗതു കലിയിലാവട്ടെ. ധർമ്മഹേതുക്കളുടെ തുരീയാംശ നല്ലൊരു ഭാഗം അവശേഷിക്കും. യഥമാനൈ വർദ്ധിച്ചു വരുന്ന അധർമ്മഹേതുഭി അധർമ്മ കൊണ്ട് അന്തേ അവസാനം സ അപി അതും ക്ഷയിച്ച് വിനങ്ക്ഷതി നശിക്കും. കലിയുഗത്തിലോ ധർമ്മത്തിൻ്റെ പാദങ്ങളായിട്ടുള്ള സത്യം, തപസ് ഇതിൻ്റെയൊക്കെ നാലിലൊരു ഭാഗം മാത്രമേ അവശേഷിക്കുള്ളൂ. അവസാനം വർദ്ധിച്ചു വരുന്ന അധർമ്മപാദങ്ങളായിട്ടുള്ള അസത്യം, ഹിംസ ഇതുകൊണ്ട് അവശിഷ്ടമായിട്ടുള്ള ധർമാംശവും ഇല്ലാണ്ടാവും. തസ്മിൻ ലുബ്ധാ ദുരാചാരാ നിർദ്ധയാ ശുഷ്കവൈരിണ ദുർഭഗ ഭൂരിതർഷാശ്ച ശൂദ്രദാശൂത്തരാ ജന. തസ്മിൻ അതിൽ ലുബ്ധാ ലോഭമുള്ളവരും ദുരാചാര ആചാരമുള്ളവരും നിർദ്ദയതയില്ലാത്തവരും ശുഷ്കവൈരിണ നിസ്സാര കാരണത്താൽ വൈരാഗ്യമുള്ളവരും ദുർഭഗഭാഗ്യമില്ലാത്തവരും ഭൂരിതർഷ അത്യാഗ്രഹമുള്ളവരും ശൂദ്രർക്കും മുക്കുവർക്കും പ്രാമാണ്യമുള്ളവരുമായ ജനങ്ങൾ. കലിയുഗത്തിൽ ജനങ്ങൾ ലുബ്ധന്മാരും പിശുക്കന്മാർ ദുരാചാരതൽപരരും കരുണയില്ലാത്തവരും കാരണം കൂടാണ്ട് ഇങ്ങനെ മത്സരിക്കണവരും ഭാഗ്യഹീനരും അർത്ഥാദികളിൽ പൈസയ്ക്ക് അത്യാഗ്രഹമുള്ളവരായിരിക്കും. ശൂദ്രർക്കും മത്സ്യം പിടിച്ച് ഉപജീവനം കഴിക്കണ മുക്കുവർക്കും ആണ് പ്രാധാന്യം സിദ്ധിക്കാം. സത്വം രജസ്തമ ഇതി ദൃശ്യന്തേ പൂരുഷേ ഗുണാ കാലസഞ്ജോതിതാസ്തേ വൈ പരിവർത്തന്ത. ആത്മനി പുരുഷേ പുരുഷനിലെ ഗുണങ്ങൾ ദൃശ്യന്തേ കാണപ്പെടുന്നു. കാലസഞ്ജോതിത കാലത്താൽ പ്രേരിക്കപ്പെട്ട് ആത്മനി മനസ്സിൽ പരിവർത്തിക്കുന്നു. യുഗധർമ്മങ്ങളുടെ വൈഷമ്യങ്ങൾക്കുള്ള കാരണം 5 പദ്യം കൊണ്ട് പറയാണ്. സത്വം രജസ് തമസ് ഈ ഗുണങ്ങൾ മനുഷ്യരിൽ കാണപ്പെടും. ഇപ്പോൾ കാലശക്തിയാൽ ഗുണവൈഷമ്യം വരെ കാലശക്തിയാൽ ഒരു ഗുണം മറ്റൊരു ഗുണത്തെ ആക്രമിച്ച് ഒന്നുമത്തിന് കീഴ്പ്പെടുത്തും. അപ്പോൾ അവരുടെ മനസ്സിൽ ആ ഗുണങ്ങളുടെ ചിഹ്നങ്ങളെ പ്രകാശിക്കുക മാത്രം ചെയ്യും. അപ്പോൾ ഉല്ലാസം, പരിഹാസം ഈ വക മനോഭാവങ്ങൾ മാത്രമല്ലാതെ സത്വാദി ഗുണങ്ങളുടെ പ്രചാരം ഉണ്ടായിരിക്കില്ല എന്ന് സിദ്ധാന്തം. പ്രഭവന്തി യഥാ സത്വേ മനോബുദ്ധീന്ദ്രിയാണി ച തഥാ കൃതയുഗം വിദ്യാ ജ്ഞാനേ തപസി യത് രുചി. സത്വത്തിൽ മനോബുദ്ധീന്ദ്രിയാണി മനസ്സ് ബുദ്ധീന്ദ്രിയങ്ങൾ ഇവ യഥാ പ്രഭവന്തി എപ്പോൾ അതിശയമായിട്ട് വിളങ്ങണു. യത് എപ്പോൾ ജ്ഞാനേ തപസി ജ്ഞാനത്തിലും തപസ്സിലും രുചി താല്പര്യം ജനിക്കണോ. തഥാ കൃതയുഗം വിദ്യ അപ്പോൾ കൃതയുഗം അപ്പോൾ ഏതൊരു കാലത്ത് മനസ്സിലെ ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇവ ഏത് കാലത്ത് മനസ്സ് ബുദ്ധി ഇന്ദ്രിയങ്ങൾ ഇതൊക്കെ സത്വഗുണം വർദ്ധിച്ച് ഭവിക്കുകയും സത്വഗുണം അധികരിച്ച് ഭവിക്കുകയും അത് നിമിത്തം ആത്മസ്വരൂപം അറിയണേനും തപസ് ചെയ്യണേനും താല്പര്യം അധികരിച്ച് വരികയും ചെയ്യണു. അപ്പോൾ കൃതയുഗം തുടങ്ങിയിരിക്കണമെന്ന് ധരിക്കണം. അപ്പോൾ ആ മനുഷ്യനിൽ കൃതയുഗ വ്യാപ്തി ഉണ്ട് എന്ന് സാരം. അപ്പോൾ കൃതയുഗത്തിൽ ജനിക്കണമെന്നില്ല. കലിയിലും കൃതയുഗത്തിലെ ജീവജാലങ്ങളെപ്പോലെയുള്ള മനുഷ്യർ ഉണ്ടാവാം എന്നാണ് സാരം. യഥാ ധർമാർത്ഥകാമേഷു ഭക്തിർഭവതി ദേഹിനാം തഥാത്രേതാ രജോ വൃത്തിർ ഇതി ജാനീഹി ബുദ്ധിമാൻ. ദേഹികൾക്ക് ധർമാർത്ഥകാമേഷു ധർമാർത്ഥകാമങ്ങളിൽ ഭക്തി പരമതാൽപര്യം യഥാഭവതി എപ്പോൾ ഭവിക്കൂ തഥാ അപ്പോൾ രജോ വൃത്തി രജോ ഗുണത്തിൻ്റെ വ്യാപാരത്തോടു കൂടിയ ത്രേതായുഗ എന്ന് ജാനീഹി അറിഞ്ഞോളൂ. ബുദ്ധിമാനായിട്ടുള്ള രാജാവ് ജനങ്ങൾ ഏത് കാലത്ത് ധർമാർത്ഥം കാമ ഈ 3 പുരുഷാർത്ഥങ്ങളിൽ അതിശ്രദ്ധ ഉള്ളവരായിട്ട് കാണപ്പെടൂ. അപ്പോൾ രജോ ഗുണപ്രധാനമായിട്ടുള്ള ത്രേതായുഗാന്ന് ധരിച്ചോളൂ. യഥാ ലോഭസ്ത്വസന്തോഷു മാനോദംഭോധ മത്സര കർമ്മണാം ചാപി കാമ്യാനാം ദ്വാപരം തത് രജസ്തമ സന്തോഷമില്ലായിക മത്സര വൈരം കാമ്യാനാം കർമ്മണം കാമ്യങ്ങളായിട്ടുള്ള കർമ്മങ്ങളുടെ മാന അന്യനിസാരാക്കണ ചിത്തവികാരം
അന്യനെ വഞ്ചിക്കാൻ അനുകൂലമായിരിക്കുന്ന വേഷധാര. എപ്പോൾ ലോഭം, അസന്തോഷം, മാനം, ദംഭം, മത്സരം ഈ ഭാവങ്ങൾ ജനങ്ങളിൽ വർദ്ധിച്ചു കാണൂ. കാമ്യകർമ്മങ്ങളിൽ ശ്രദ്ധയും വർദ്ധിക്കൂ. അപ്പോൾ രജസ്സും തമസും കലർന്നേക്കണ ദ്വാപരയുഗാന്ന് മനസ്സിലായിക്കോളൂ, ധരിച്ചോളൂ എന്ന് പറയുക. യഥാമായ നൃതം തന്ത്ര നിദ്രാഹിംസ നിഷാദനം ശോകോ മോഹോ ഭയം ദൈന്യം സക്കലി താമസ സ്മൃത. എപ്പോൾ ജനങ്ങൾക്ക് കാപട്യം, അസത്യഭാഷണം, ആലസ്യം, ഉറക്കം, പരപീഡനം, ദുഃഖം, കരച്ചിൽ, വിപരീതജ്ഞാനം, ഭയം, ദൈന്യം ഇതൊക്കെ അധികരിച്ച് കാണപ്പെടൂ. അപ്പോൾ തമോ ഗുണപ്രധാനമായിരിക്കണ കലിയുഗാന്ന് നിശ്ചയിക്കപ്പെട്ടേക്കണു. യസ്മാത് ക്ഷുദ്രദൃശോ മർത്യ ക്ഷുദ്രഭാഗ്യാ മഹാശന കാമിനോ വിത്തഹീനാശ്ച സ്വൈരിണ്യശ്ച സ്ത്രീയു സതീ. യസ്മാത് അതുകൊണ്ട് മർത്യ മനുഷ്യർ ക്ഷുദ്രദൃശ തുച്ഛകാര്യങ്ങൾ കാണുന്നവരും ക്ഷുദ്രഭാഗ്യ ഭാഗ്യഹീനരും മഹാശന അധികം ആഹരിക്കുന്നവരും കാമികളും വിത്തഹീന ധനമില്ലാത്തവരും സ്ത്രീകൾ സ്വൈരിണ്യ പുരുഷന്മാരെ തിരിഞ്ഞ് നടക്കുന്നവരും അസതി പതിവ്രതകളായിട്ടിരിക്കുന്നു. ഏതൊരു കാലത്തെ കാരണത്താൽ മനുഷ്യർ നിസ്സാര സംഗതികളിൽ ദൃഷ്ടി വെച്ചവരും ഭാഗ്യം കുറഞ്ഞവരും അധികം ആഹാരം കഴിക്കുന്നവരും ധനം കുറഞ്ഞവരാണെങ്കിലും വിഷയാശ അധികരിച്ചവരും സ്ത്രീകളോ ആ കലിയുഗത്തിൽ പുരുഷന്മാരെ തെരഞ്ഞു നടക്കണവരും പാതിവൃത്തിയില്ലാത്തവരായിരിക്കും കാണപ്പെടണു. അത് പ്രഭാവത്താൽ ഉണ്ടാവുന്ന ദോഷമാണെന്ന് മനസ്സിലായിക്കോളൂ എന്ന് പറയാം. ദസ്യോത്കൃഷ്ടാ ജനപദാ വേദാ പാഷണ്ഡദൂഷിതാ രാജാനശ്ച പ്രജാഭക്ഷാ ശിശ്നോദരപര. ജനപദ ജനവാസസ്ഥാനങ്ങൾ ദസ്യോത്കൃഷ്ട കള്ളന്മാരാവണ പ്രധാനികളോടുകൂടിയായിരിക്കും. ഗ്രാമമുഖ്യന്മാരൊക്കെ കള്ളന്മാരായിട്ട് ഭവിക്കും കലിയിലെന്നാണ് പറയുന്നത്. ജനപദ ജനവാസസ്ഥാനം ചോരന്മാരാവണ പ്രധാനങ്ങളോടുകൂടിയായിരിക്കും. വേദങ്ങൾ പാഷണ്ഡന്മാരാൽ ദൂഷിക്കപ്പെട്ടതായിരിക്കും കലിയിൽ. രാജാക്കന്മാർ പ്രജാഭക്ഷ ജനങ്ങളെ പിടിച്ചിരുന്നവരായിരിക്കുന്നു. ബ്രാഹ്മണർ ശിശ്നോദരവര വിഷയതാല്പര്യത്തിലും കാമത്തിലും ഭക്ഷണത്തിലുമായിരിക്കും ബ്രാഹ്മണർക്ക് താല്പര്യം എന്ന് പറയുക. കലിയുഗാഭിവൃദ്ധിയിലെ ദേശങ്ങളിൽ പ്രമാണികൾ കള്ളന്മാരായിരിക്കും. സ്വേച്ഛാനുസരണം കൽപ്പിക്കപ്പെടുന്ന അനവധി മതങ്ങൾ വേദമാർഗം ദുഷിപ്പിക്കും. രാജാക്കന്മാർ പ്രജകളെ പല വിധത്തിൽ ക്ലേശിപ്പിക്കണവരായിരിക്കും. ബ്രാഹ്മണരോ വിഷയസുഖത്തിലും അന്നാദി പദാർത്ഥങ്ങളിൽ മാത്രം അനുസരിക്കുന്നവരുമായിരിക്കും. വ്രതവടവോ ശൗച ഭിക്ഷവശ്ച കുടുംബിനാ തപസ്വിനോ ഗ്രാമവാസാന്യാസിനോ അത്യർത്ഥ ലോലുപഹാ. വടവ ബ്രഹ്മചാരികൾ, വ്രതമില്ലാത്തവരും, ശൗചഹീനരും, കുടുംബികൾ, ഭിക്ഷവാച ഭിക്ഷയെടുക്കുന്നവരും, തപസ്സിനൂർ, ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും, ന്യാസിന സന്യാസികൾ, അർത്ഥലോലുവ ധനത്തിന് താല്പര്യമുള്ളവരായിരിക്കും എന്ന് പറയാം. അപ്പോൾ ബ്രഹ്മചാരികൾ ആ ആശ്രമത്തിന് ഉചിതമായിട്ടുള്ള ആചാരാദികൾ ദീക്ഷിക്കാണ്ട് സമുചിത ശൗചങ്ങൾ വെടിഞ്ഞുകൊണ്ടായിരിക്കുക. ഗൃഹസ്ഥാശ്രമം അംഗീകരിച്ച കുടുംബികൾ ഭിക്ഷ കൊടുക്കേണ്ടവരാണ്. അത് ചെയ്യാണ്ട് അവർ തന്നെ ഭിക്ഷ അയച്ച് നടക്കും. വനത്തിൽ തപസ് ചെയ്യുന്നവർ ആ സ്ഥാനത്ത് ഉപേക്ഷിച്ച് ഗ്രാമങ്ങളിൽ ഒന്ന് വസിക്കും. സർവവും വെടിഞ്ഞിരിക്കേണ്ട സന്യാസിമാർ ധനാർജനത്തിൽ അതിതൽപരന്മാരായി ഭവിക്കുകയും ചെയ്യും. ഹ്രസ്വകായ മഹാഹാര ഭൂര്യപത്യഗതഹ്രിയ ശശ്വത് കടുകഭാഷിണ്യ ചൗര്യമായോ. ഒരു ഹ്രസ്വ അധികം വിവരം കുറഞ്ഞ ശരീരത്തോടു കൂടിയവരും അധികം ആഹാരം കഴിക്കുന്നവരും ഭൂര്യപത്യ അധികം സന്താനമുള്ളവരും ഗതഹ്രിയ ലജ്ജയില്ലാത്തവരും ശശ്വത് കടുകഭാഷണ എപ്പോഴും അപ്രിയം പറയുന്നവരും ചൗര്യമായൊരു കളവ് കാപട്യം മഹാസാഹസം ഇതുള്ളവരാണെന്ന് പറയും. അപ്പോൾ സ്ത്രീകളുടെ സ്വഭാവത്തെ തന്നെ പിന്നെയും പറയുന്നു. സ്ത്രീകൾ കുറുകിയ ദേഹമുള്ളവരും അധികം ആഹാരം കഴിക്കുന്നവരും അധികം പ്രസവിച്ച സന്താനങ്ങളെ വർദ്ധിപ്പിക്കുന്നവരും ലജ്ജയില്ലാത്തവരും ഭർത്താക്കന്മാരോട് എപ്പോഴും അപ്രിയമായി സംസാരിക്കുന്നവരും കളവ് കാപട്യം ഒമ്പിച്ച സാഹസ്രം ഇതൊക്കെ കൈവിടാതിരിക്കുന്നവരുമാണ്. പണയിഷ്യന്തി വൈ ക്ഷുദ്രാ കിരാടാകൂട്ടകാരിണ അനാപദ്യഭിമംസ്യന്തി വാർത്താം സാധുജുഗുപ്സിതാം.
ക്ഷുദ്ര നീചന്മാരും കൂട്ടകാരിണ വ്യാജം നടത്തുന്നവരുമായിട്ടുള്ള കിരാടന്മാരായിട്ട് കച്ചവടക്കാരായിട്ട് പ്രണയിഷ്യന്തി ക്രയവിക്രമം ചെയ്യും. അനാധിപതി ആപത്തില്ലാതിരിക്കുമ്പോഴും ജുഗുപ്സിതാം വാർത്താം നിന്ദിത വ്യാപാരത്തെ സാധുമംസ്യന്തി ശ്രേഷ്ഠാന്ന് ധരിക്കേ. അപ്പോൾ ധർമ്മവിചാരമില്ലാതിരിക്കുന്നവരും വഞ്ചിക്കുന്നവരുമായിട്ടുള്ള ജനങ്ങൾ കച്ചവടക്കാരായിട്ട് ക്രയങ്ങൾ നടത്തും. മാത്രമല്ല വർണ്ണാശ്രമ മര്യാദകൾ ആപത്തില്ലാതിരിക്കുന്ന സമയത്തുകൂടി വെടിയുകയും വേദങ്ങളാൽ നിഷേധിക്കപ്പെട്ടിട്ടുള്ള നിന്ദ്യമാർഗങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും. പതിം ത്യക്ഷ്യന്തി നിർദ്രവ്യം ഭൂത്യ അപ്യഖിലോത്തമം ഭൃത്യും വിപന്ന പതയാ കൗലം കാശ്ചാപയസ്വിനി. അഖിലോത്തരല്ലാണ്ട് ഉത്തമനാങ്കിൽ ദ്രവ്യമില്ലാണ്ടിരിക്കുന്ന പതിയും സ്വാമിയെ ഭൃത്യന്മാരും ക്രമാനുഗതനായിരുന്നാലും വിപന്നം ആപത്തിൽപ്പെട്ട ഭൃത്യന് പതയാ സ്വാമികൾ അപയസ്വിനി കാലില്ലാത്ത പശുക്കളെ പോലെ ത്യക്ഷന്തി ഉപദേശിക്കുന്നു പറയാം. അപ്പോൾ സർവഗുണസമ്പന്നായാലും സ്വാമി ധനഹീനാന്നാലും ഭൃത്യന്മാർ ഉപേക്ഷിക്കും. പരോപകാരികളായിട്ടുള്ള കുലത്തിലുള്ളവരായിരുന്നാലും ഭൃത്യൻ രോഗാദി ബാധകൾ നിമിത്തം പ്രവർത്തിക്കാൻ സമർത്ഥില്ലാണ്ടായതുകൊണ്ട് സ്വാമി അവനെ ഉപേക്ഷിക്കും. കറവ് മാറിയുന്ന ആ പശുക്കളുടെയും ജനങ്ങളെ വീണ്ടും രക്ഷിച്ചു തള്ളും. ഭ്രാതൃസുഹൃജ്ഞാതീൻ ഹിത്വാ സൗരത സൗഹൃദ നന്ദാനൃശ്യാല സംവാദ ദീനാസ്ത്രൈണാ കലൗതവ. ഭാതൃസുഹൃജാതിൻ പിതാവ് സഹോദര അച്ഛൻ സുഹൃത്ത് ജ്ഞാതികൾ ഇവരെ ഹിത്വ ഉപേക്ഷിച്ചിട്ട് സൗരത സുരതം നിമിത്തം സ്നേഹമുള്ളവരായിട്ട് നന്ദാസ്യാല സംവാദ ഭാര്യയുടെ അനുജത്തിമാർ സഹോദരിമാർ അവരോട് സംവാദം ചെയ്യണവരും സ്ത്രീകൾക്ക് അധീനരും ദീനാദുഃഖിതരായിട്ട് കലിയിൽ നരാഭവിഷ്യന്തി രാജാക്കന്മാർ ഇങ്ങനെ മാറിപ്പോകുന്നു പറയാം. കലിയുഗത്തിൽ ജനങ്ങൾ അച്ഛൻ അമ്മ സഹോദരൻ സുഹൃത്ത് ബന്ധുക്കൾ ഇവരെയൊക്കെ ഉപേക്ഷിക്കും. ആരിന്ന് സുരതസുഖം സിദ്ധിക്കണം. ആ ഭാര്യയുടെ ജ്യേഷ്ഠാനുജന്മാർ ഇവരോട് കാര്യാലോചനയും അവരുടെ അഭിപ്രായം ശരിയല്ലെങ്കിൽ കൂടി സ്ത്രീ വശവർത്തികളായതുകൊണ്ട് അവരെ അതിക്രമിക്കാൻ ശക്തതയില്ലാതെ ഭവിക്കും. ശ്രീഹരേ നമ ശ്രീഹരേ നമ ശ്രീഹരേ നമ. ഗോപികാ ജീവനസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ ഗോപികാ ചരണസ്മരണം ഗോവിന്ദ ശ്രീ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ അധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.